നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ അമ്പരിപ്പിച്ച് കുതിച്ചുയരുകയാണ് UAE. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കാർഗോ വിമാനത്തിന് UAE മന്ത്രിസഭ താൽക്കാലിക അനുമതി നൽകി. ഗൾഫ് മേഖലയിലെ ഒരു രാജ്യം ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാർഗോ വിമാനത്തിന് അനുമതി നൽകുന്നത്. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചരക്ക് നീക്കത്തിന്റെ ഭാവിയും അതിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളും മാറ്റുന്നതിന് സഹായകമായേക്കാവുന്ന സുപ്രധാന ചുവടുവെപ്പാണ് ഇലക്ട്രിക് കാർഗോ വിമാനത്തിന്റെ താൽക്കാലിക അനുമതിയെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. ഗൾഫ് മേഖലയിലെ ഒരു രാജ്യം ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാർഗോ വിമാനത്തിന് അനുമതി നൽകുന്നത്. പുതിയ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് ഗതാഗത മേഖലയുടെ ചിലവ് കുറയുമെന്നാണ് വിലയിരുത്തൽ. യൂറോപ്പിലെയും US-ലെയും വിമാന നിർമ്മാതാക്കളിൽ പലരും ഓൾ ഇലക്ട്രിക് വിമാനവും ഇലക്ട്രിക് വേർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളും വികസിപ്പിക്കുന്നുണ്ട്. ഊർജ്ജക്ഷമതയുള്ള വിമാനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഇന്ധനം എന്നിവയിലേക്ക് വ്യോമയാന മേഖല മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത രീതികളിലേക്ക് കൂടുതലായി നീങ്ങുന്നുണ്ട്. ഇതിന് സമാനമായിട്ടാണ് UAE നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 2050ഓടെ നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുക എന്ന UAEയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിമാന കമ്പനികളും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അടുത്തിടെ UAEയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസിന് എൻവയോൺമെന്റൽ എയർലൈൻ ഓഫ് ദ ഇയർ 2022 പുരസ്കാരം ലഭിച്ചിരുന്നു. അതുപോലെ വികസന പദ്ധതികളിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചുകൊണ്ട് UAE മന്ത്രിസഭ തീരുമാനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ശക്തിപ്പെടുത്തുകയെന്നുള്ള ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. രാജ്യത്തിന്റെ വികസന, സാമ്പത്തിക, സാമൂഹ്യ മേഖലകളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും അതുവഴി പൊതുസേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ട്വിറ്റർ സന്ദേശത്തിൽ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഇത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് അവസരം ഒരുങ്ങുമെന്നും പദ്ധതികളിൽ മത്സരക്ഷമത കൊണ്ടുവരാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.